കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ടാൻഡം ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ഫ്ലാറ്റ് ടൂറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഒരു 2 BHK ഫ്ലാറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം മാർടെക് സ്കൈ വില്ലേജിലെ 10G ഫ്ലാറ്റിലാണ്. ഷുബിൻ ലിജ ദമ്പതികളുടേതാണ് ഈ ഒരു ഫ്ലാറ്റ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂം, കിച്ചൺ, ലിവിംഗ്, ഡൈനിങ്, അങ്ങനെ എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ഡിയർ ഹോം ബിൽഡേഴ്സ് ആണ്. നമ്മൾ സാധാരണയായിട്ട് വീടുകളാണ് കണ്ടുവരിക. 2 ബെഡ്റൂം ഒക്കെ ഉള്ള വീട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിലും ഭംഗിയായിട്ട് സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു 2 BHK ഫ്ലാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടുത്തെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ സ്ട്രക്ചറിൽ കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഡിമോളിഷ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ സ്പേസ് ഇറക്കാണ് ചെയ്തത്. നമ്മുടെ ബാൽക്കണി പോർഷനിലോട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡൈനിങ്ങും ഇവിടെയായിട്ട് വാഷ് കൗണ്ടറും വന്നു. അത് നല്ല രസമായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് വന്നിരിക്കുന്നത്. ഏകദേശം 7 സീറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും ചെറിയൊരു സ്പേസിൽ ഇത്രയും നല്ലൊരു സീറ്റിംഗ് കൊടുക്കാൻ സാധിക്കും. ടേബിളിൻ്റെ കൗണ്ടർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആണ്. നമുക്ക് സ്ക്രാച്ചസും കാര്യങ്ങളും പാടുകളൊന്നും വീടില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് അല്ലേ, നമ്മളെ ഡൈനിങ് ടേബിൾ എന്ത് സാധനം വെച്ചാലും ഉടനെ തുടച്ചില്ലെങ്കിൽ അവിടെ എന്തായാലും സ്ക്രാച്ച് വീഴും. പക്ഷേ ഇവിടെ ആൻറ്റി ഫിംഗർ പ്രിൻ്റ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ചെയർസ് എല്ലാം തന്നെ വുഡിൽ ചെയ്തിട്ട് PU ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. ലെഗ്സ് വരുന്നതും വുഡ് തന്നെയാണ്. ഇനി നമ്മൾ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചണിലേക്കാണ്. ഇത് ലാക്വേർഡ് ഗ്ലാസ് ആണ്. ഇവിടെ ഷട്ടേഴ്സിലെല്ലാം കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡിൽ ലാക്വേർഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം ഇത്രയും സ്പേസേ ഉള്ളൂ. പക്ഷേ ഈ സ്പേസ് വളരെയധികം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒന്നും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന രീതിയിൽ വൈറ്റ് തീമിലാണ് ഈ ഒരു കിച്ചൺ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല എന്താ പറയുക, എൻ്റെ കട്ട്ലറീസ് ഒക്കെ കണ്ടില്ലേ, സാധാ നമ്മൾ കാണുന്ന ഒരു വിട്ടിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. നല്ല വിട്ടിലാണ് ഈ ഒരു സ്റ്റോറേജസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ടാൻഡം ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്ടൻസിൽസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ നല്ലപോലെ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള ടാൻഡം ബോക്സസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലോറിലോട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ ഈ ഒരു ഫ്ലോറിലിട്ടിരിക്കുന്ന ടൈൽസൊക്കെ തന്നെ ഇൻറ്റീരിയർ ടീം ചെയ്തതാണ്. പിന്നീട് നമ്മുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നതല്ല, ഇതെല്ലാം ചെയ്തതാണ്. കാരണം നമ്മുടെ ഒരു തീമിനോട് ചേർന്ന് ഒരു വൈറ്റ് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. കൗണ്ടർ ടോപ്പിലായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ഇവിടെ താളി, ബാസ്ക്കറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ കിച്ചണിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലമ്മിൻ്റെ ആക്സസറീസ് ആണ്. ഡിയർ ഹോംസ് ബിൽഡേഴ്സിന് ഒരു സിസ്റ്റർ കൺസേൺ ഉണ്ട്. അതൊരു ഇൻറ്റീരിയർ ഷോപ്പാണ്. DSM ലിവിങ് ട്രീസ് എന്നാണ് പേര്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ തരത്തിലും മോഡുലാർ കിച്ചനെ ആയാലും അതുപോലെ ഡൈനിങ് ടേബിൾ, ഡോർസ്, വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പോർഷൻ ഇങ്ങനെ ലിഫ്റ്റപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കിച്ചൺ ടൈല് മൊറോക്കൻ സീരീസിലെ ഡിസൈനർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല വിഡ്ത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കബോർഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇത് ഇവിടുത്തെ കുട്ടികളുടെ റൂമാണ്. 2 പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് 2 സ്റ്റഡി ടേബിൾ ഈ ഒരു വാർഡ്രോബിൻ്റെ 2 സൈഡിലുമായിട്ട് ചെയ്തിരിക്കുന്നു. വാർഡ്രോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹൈറ്റിലാണ്, ഏകദേശം ഒരു 260 ഹൈറ്റിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിൽ മിറേഴ്സും കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാർഡ്രോബിൻ്റെ ഈ ഒരു ഷട്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് വിത്ത് ലാമിനേഷനാണ്. ബാക്കിയെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കോട്ട് വരികയാണെങ്കിലും ഇതെല്ലാം വുഡിൽ ചെയ്തിരിക്കുകയാണ്. അടിയിലെല്ലാം സ്റ്റോറേജസ് ഉണ്ട്. ഇതൊരു ക്യൂൺ സൈസ് ബെഡാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ചെയ്തിരിക്കുന്നു. ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും സ്റ്റഡി ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം, ഇവിടെയും സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഈ ഒരു വാർഡ്രോബ് തന്നെയാണ്. ഒരു 2 ഡോർ വാർഡ്രോബാണ്. ഇതിൻ്റെ ഹൈറ്റ് നേരത്തെ പറഞ്ഞ കണക്ക് 260 ഉണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഷട്ടർ തന്നെ 120 സെൻറ്റിമീറ്റർ ഉണ്ട്. അത്രയും വലിയൊരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതും ഇവിടെ ഫുൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലൈ ഫുള്ളായിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനകത്താണ് ഈ ഒരു ഗ്ലാസ് മിറർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ ഒരു TV യൂണിറ്റിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നല്ലൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ക്യൂൺ സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വുഡിൽ ചെയ്തിട്ട് താഴെ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫ്ലാറ്റിൻ്റെ പുറത്തായിട്ട് സ്പെഷ്യലി മെയ്ഡ് ഒരു ഷൂ റാക്ക് ഉണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് വുഡിലാണ്, എന്നിട്ട് ഹൈഡ്രോയിൽ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ഡിയർ ഹോം ബിൽഡേഴ്സ് ആണ്. ഫ്ലാറ്റ് മാത്രമല്ല, ഫ്ലാറ്റും ഹോംസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീട് പണി നടക്കുന്നവർക്കും അതുപോലെ ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.